മസ്തിഷ്ക മരണം, ദ ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് വാച്ച് ആയിരുന്നു. നിങ്ങൾ ഈ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്പോയിലർ ഫ്രീ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ കുറിച്ചാണ്. ഇതിന്റെ DOP, ഇതിന്റെ കളറിങ്, ഇതിന്റെ എഡിറ്റിംഗ് പാറ്റേൺ ആൻഡ് സ്റ്റൈലൊക്കെ കണ്ട് ഇംപ്രസ് ആയിട്ടുള്ള ഒരുപാട് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2045 കൊച്ചിയിൽ നടക്കുന്ന, ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കഥയാണ്. നിയോ കൊച്ചി എന്നുള്ള പേരിട്ട് 2045 എന്ന് പറയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് ഒരു ഡയറക്ടറിന്റെ വിഷനിൽ കുറച്ച് ഇംപ്രസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഡയറക്ടർ കൃഷാന്തിന്റെ സിനിമകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയുടെ ആദ്യത്തെ വർക്ക് ആവാസ വ്യൂഹം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതൊരു വൺ ഓഫ് എ കൈൻഡ് ഫിലിം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. രണ്ടാമത്തെ പുരുഷപ്രേതമാണെന്നുണ്ടെങ്കിലും ആ ഒരു ജോണറിൽ അത് രസമുള്ള ഒരു പടമായിരുന്നു. പുള്ളിയുടെ സംഘർഷഘടന എന്നുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഈ സംഘർഷഘടന ആക്ച്വലി ഇന്നും വാലിഡ് ആയിട്ടുള്ള ഒരു പടമാണ്. ഇപ്പൊ ഇന്ന് ഇറാൻ വേഴ്സസ് ഇസ്രായേൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ യുദ്ധം നടക്കുമ്പോൾ സംഘർഷഘടന എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് ഇനി അങ്ങോട്ട് എന്താണ് നടക്കാൻ പോകുന്നത്. അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് പുള്ളി സിനിമയായിട്ട് എടുക്കുന്നത്. പുള്ളി ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ എന്നുള്ള രീതിയിൽ സോണി ലൈവിൽ പുള്ളിയുടെ 4 സംഘം എന്നുള്ളൊരു സീരീസ് ഇറക്കിയിരുന്നു. ആ സീരീസ് ഒക്കെ ഗംഭീര വർക്കായിരുന്നു. ലോക എന്ന് പറയുന്ന ആ സിനിമയുടെ കൂടെ ആ ഒരു ഓണം സീസണിൽ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ആളുകളിലേക്ക് പുള്ളിയുടെ ഈ 4 സംഘം എന്നുള്ള സീരീസ് അങ്ങ് എത്താതെ പോയത്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഗംഭീര വർക്കാണ്. അപ്പൊ കൃഷാന്തിന്റെ ഇതുവരെ ഇറങ്ങിയ എല്ലാ വർക്കുകളും എനിക്ക് വളരെയധികം കണക്ട് ആയിട്ടുണ്ട്. ഞാൻ വളരെയധികം ഇംപ്രസ് ആയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം എ കൃഷാന്ത് ഫാൻ എന്നുള്ള രീതിയിൽ പറയാം. കാരണം ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കഥ 2045 മസ്തിഷ്ക മരണം എന്ന് പറയുന്ന ഈ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ എക്സ്പെക്ടേഷൻസ് കുറച്ചൊക്കെ മീറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് മീറ്റ് ചെയ്യാതെ പറഞ്ഞാൽ എനിക്കൊരു മീഡിയോക്കോർ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു മസ്തിഷ്ക മരണം. സ്വാഭാവികമായിട്ടും എനിക്ക് ഈ പടത്തിൽ വർക്കാവാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വർക്കാവാതെ പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം ടോട്ടൽ റീകോൾ, സ്ട്രേഞ്ച് ഡേയ്സ് പോലുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന ഒരു വേൾഡ് 2045 കൊച്ചി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇന്നത്തെ ഈ കണ്ടംപററി സിറ്റുവേഷനിൽ നടക്കുന്ന ഈ ആറാട്ടണ്ണൻ അല്ലെങ്കിൽ നീലക്കുയിലോ മഞ്ഞക്കുയിലോ ആ ഒരു കൈൻഡ് ഓഫ് ആളുകളൊക്കെ തന്നെ 2045 ഉണ്ടാവും. അവരെയൊക്കെ വെച്ചിട്ട് അതായത് ഒരു സംവിധായകന്റെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞു പോകുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ അതല്ലാന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ അത് തന്നെ എടുത്ത് വീണ്ടും ഇപ്പോൾ ചില സംവിധായകരുണ്ട് അവരുടെ സിനിമ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിലുള്ള സ്റ്റഫ് ആയിരിക്കും. അത് ക്രിയേറ്റിവിറ്റി ഇല്ലാതെ അവരെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ വലിയ സ്ക്രീനിൽ കാണാൻ താല്പര്യപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പിന്നുള്ളൊരു കാര്യം, ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പ്രേക്ഷകരിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ പോലും ഭാവിയിലെ ആളുകൾ അവരുടെ ഫാന്റസി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നിരഞ്ജന്റെ ക്യാരക്ടർ, പുള്ളിയുടെ ആ ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മെയിൻ പോയിന്റിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം അരമണിക്കൂറോളൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയമുണ്ടല്ലോ, ആ സമയം നല്ല രീതിയിൽ ലാഗിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രജിഷയുടെ ക്യാരക്ടർ, ആ ഒരു ഫ്രാങ്കൻ ബൈറ്റിംഗ്, ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്ന് പറയുന്ന സംഭവം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ മുതലാണ് സിനിമ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. പക്ഷേ അതുവരെ ഈ ചില സിനിമകളുണ്ട്, ഇപ്പോൾ ഞാനൊക്കെ ഒരു സിനിമ കാണുന്നത് ആദ്യത്തെ 20 മിനിറ്റ് നമ്മളെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ, അതായത് OTT കാര്യമാണ് ഞാൻ പറയുന്നത്, തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ ആ 20 മിനിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ 20 മിനിറ്റും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കടമ്പ കടക്കാൻ വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു എന്ന് പറയാം. കാരണം അതുവരെ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ല ഫീൽ ചെയ്തിരിക്കുന്നത്. ഈ മെമ്മറി ഗെയിം എന്നുള്ള രീതിയുടെ തീമിൽ ഒരുപാട് സിനിമകളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കൃഷാന്ത് ചെയ്ത പോലെ ഇതൊരു ആക്ഷേപഹാസ്യം, ഒരു സാറ്ററ്റിക്കലായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതൊക്കെ പോസിറ്റീവായിട്ട് തന്നെയൊക്കെ പറയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ സിനിമയുടെ നരേഷൻ്റെ പ്രശ്നമാണ്. കാരണം ഈ ഒരു വേൾഡ്, ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇംപ്രസ് ആയിട്ട് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് യാതൊരുവിധ കണക്റ്റും ഇല്ലാത്ത രീതിയിലാണ് പിന്നീട് സിനിമ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ്, ഈ ക്യാരക്ടേഴ്സിനോട് യാതൊരുവിധ ഇമോഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. ഇവരുടെ ഈ കോൺഫ്ലിക്റ്റ് എന്താകുമോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും, അതായത് നമുക്ക് സ്ക്രീനിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഓവർ ദ ടോപ്പ് ആയിട്ട് എക്സെൻട്രിക് ആയിട്ട് പല കാര്യങ്ങളൊക്കെ ഒരു ട്രൈ ചെയ്യുന്നുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അതിനകത്തുള്ള ഭൂരിഭാഗവും വർക്കാവാണ്ടാണ് പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കണ്ട് ചിരി വന്നാൽ ആയി എന്നുള്ള രീതിയിലാണ് കൃഷാന്തിൻ്റെ ഒരു പടം പോകുന്നത്. അത് എന്നെ സംബന്ധിച്ച് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ ഈ സിനിമയിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോമഡി എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ വെക്കുന്നത് ആറാട്ടണ്ണൻ, പിന്നെ ഇപ്പോഴത്തെ ആ ഒരു മഞ്ഞപത്രങ്ങളുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ 2045 ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കഥ പറയുമ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കോൺസെപ്റ്റിന് നമുക്ക് കൃഷാന്ത് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം വിഷണറി ആയിട്ടുള്ള ഡയറക്ടറാണ്. പുള്ളിയുടെ ആ വിഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഈ ഒരു ജോണറിലേക്ക് വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ലെവല്,
ലെവലിൽ പുള്ളിയുടെ ക്രിയേറ്റിവിറ്റിയുടെ പകുതി പോലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ പടത്തിന്റെ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ സിനിമയുടെ ഈ മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങളായിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സംഘർഷഘടന എന്നുള്ള കൃഷാന്തിന്റെ പടം അതൊരു ഫ്ലാറ്റ് റേഷ്യോ പടമായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. ഇവർ ഫ്ലാറ്റ് റേഷ്യോ പടം സ്കോപ്പ് കണ്ടെയ്നർ DCP കണ്ടെയ്നറിലാണ് വന്നതെന്ന് തോന്നുന്നു. 4 പാടും ബ്ലാക്ക് ബോക്സ് ഒക്കെ ആയിട്ടാണ് ഈ പടം കണ്ടത്. അപ്പോൾ പുള്ളി വിചാരിച്ചു ഇനി ഫ്ലാറ്റിൽ പടം എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മസ്തിഷ്കമരണം വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലൂസിഫർ ഒക്കെ കാണുന്ന പോലെ അനമോഫിക്, അതായത് മുകളിൽ എന്ന് പറയുന്നത് ചെറിയൊരു ബ്ലാക്ക് ബാർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ സംഘർഷഘടന പോലെയല്ല മരണം എന്നുള്ള സിനിമ. ഇത് മസ്തിഷ്ക മരണം റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ബസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് രജിഷ വിജയന്റെ ഒരു ഐറ്റം ഡാൻസ്. ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന സംഗതി മെയിൽ ഗെയ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആക്ട്രസിനെ അറിയാം ഇത് മെയിൽ ഗെയ്സിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഐറ്റം ഡാൻസ്. അതിനുവേണ്ടി സമ്മതിച്ച് അതിനുവേണ്ടി പണം വാങ്ങി ഈ ഒരു കാര്യം അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഐറ്റം ഡാൻസ് ഒരെണ്ണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള കുറേ സ്ലോ മോഷൻ എഡിറ്റ്, വെർട്ടിക്കൽ എഡിറ്റ്, പിന്നെ ഒരുപാട് സംഗതികൾ ഇതൊക്കെ വരും എന്നുള്ളത് ആക്ട്രസിനും അറിയാം. ഇങ്ങനെയുള്ള ഒരു ഐറ്റം ഡാൻസ് ആണ് മസ്തിഷ്ക മരണം എന്നുള്ള സിനിമയുടെ ആദ്യത്തെ ഒരു ബസ് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വിടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, രജിഷ വിജയൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഇതിനു മുമ്പ് ഐറ്റം ഡാൻസ് ചെയ്തിട്ടില്ല. അപ്പം ഒരാൾ ആദ്യമായിട്ട് ഐറ്റം ഡാൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊരു പുതുമയുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മുടെ നായകന്മാർ ഐറ്റം ഡാൻസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഒരു വരുമ്പോൾ മസ്തിഷ്ക മരണം എന്നുള്ളൊരു സിനിമയുടെ പേര് ഇവർ ഈ സിനിമ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് രജിഷയുടെ ഐറ്റം ഡാൻസിനോട് ചേർന്നിട്ടാണ്. ഇതിനാദ്യം ഒരു ലിറിക്കൽ വീഡിയോ ഇറക്കുന്നു, അതിനുശേഷം പാട്ട് ഇറക്കുന്നു, ഈ രീതിയിലൊക്കെയാണ്. അതല്ലാതെ 2045 ഫ്യൂച്ചറിലെ കഥ പറയുന്ന ഒരു സൈബർ പങ്ക് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ, ഒരു ആക്ഷേപഹാസ്യം, ആ രീതിയിലൊക്കെ ഒരു സിനിമ കൃഷാന്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന് പറഞ്ഞല്ല ഈ സിനിമ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് രജിഷ എന്നുള്ള ഐറ്റം ഡാൻസ് ചെയ്തിരിക്കുന്നത് അതിന്റെ പേരിലാണ്. അത് അവരത് ഒരിക്കലും ഡിനേ ചെയ്യില്ല, കാരണം അതാണ് അതിന്റെ റിയാലിറ്റി. ഇനി ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ ഒരുപാട് ഇപ്പോൾ കൺസ്യൂമർ വോയറിസം അതിനെതിരെ ഒരുപാട് ഘോരഘോരം പറയുന്നുണ്ട് ഇതിനകത്ത് നായിക. അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു, അതെല്ലാം പറയേണ്ട റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിനിടയിൽ ഇവർ ഈ ഐറ്റം ഡാൻസിനെതിരെ എൻ്റെ ക്ലീവേജ് കാണണ്ടേ, എൻ്റെ നേവൽ കാണണ്ടേ, എൻ്റെ തൈസ് കാണണ്ടേ എന്നുള്ള രീതിയിൽ കുറച്ച് ഡയലോഗ്സും വരുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഇവർ ഈ സിനിമ ഈ മസ്തിഷ്ക മരണം എന്നുള്ള സിനിമയിലെ ഇവർ ആദ്യം മാർക്കറ്റ് ചെയ്തതും പുറത്തിറക്കിയതും എല്ലാം ഈ ഒരു ഐറ്റം ഡാൻസിന്റെ പേരിലാണ്. അപ്പൊ അങ്ങനെ ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരെ വിളിച്ചു വരുത്തി അവരുടെ അടുത്ത് ഇങ്ങനെ ഈ രീതിയിലൊക്കെയുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഈ സിനിമ പറയുമ്പോൾ ഇതിന്റെ ഒരു കോൺട്രഡിക്ഷൻ ആണ് ഈ ഒരു ഐഡിയോളജീസിന്റെ. അതൊക്കെ വന്നതോടുകൂടി ഇതെന്താണ് കൃഷാന്തിന്റെ സിനിമയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷെ ഈ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഐഡിയോളജീസിന്റെ കാര്യമാണ്. ഒരു സിനിമയിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. ഈ പടം എങ്ങനെ അവസാനിക്കുന്നുള്ള ഇതൊരു ടിപ്പിക്കൽ രീതിയിലൊന്നും അവസാനിക്കണമെന്നില്ല. അതല്ലാതെ അതിനെ ചലഞ്ച് ചെയ്തിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. കൃഷാന്തിന്റെ തന്നെ പുരുഷപ്രേതം എന്ന് പറയുന്നത് സിനിമയുടെ ക്ലൈമാക്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പണ്ട് സച്ചി പറഞ്ഞ നായകൻ വില്ലൊടിക്കണം, അതിനെതിരെയുള്ള ഒരു കാര്യമാണ് പുരുഷപ്രേതത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പുള്ളിക്കാരനെല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു നരേഷൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഫൈനൽ ആക്ട് എന്ന് പറയുന്നത് രജിഷയുടെ ആ ഒരു നല്ല പെർഫോമൻസ്, പുള്ളിക്കാരി ഗിഡലനായിട്ട് ഈ പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പടം അവസാനിക്കേണ്ട ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. സിനിമ എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്തവർ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ട് എസ്കേപ്പ് ആവുന്ന ട്രോളുകൾ ഒരുപാട് പേര് പറയാറുണ്ട്. പറഞ്ഞു വന്ന ആ കഥാഗതിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലോസിങ് നൽകാതെ എസ്കേപ്പ് അടിക്കുന്ന രീതിയാണോ കൃഷാന്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ മൊത്തത്തിൽ എനിക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ പടം എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി, അതിൻ്റെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഹോളിവുഡിൽ കാണുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തേക്ക് ഈ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. നമ്മൾ ഹോളിവുഡിൽ കണ്ട ആ സംഭവം ഇപ്പോൾ ഇതിനകത്ത് പോലീസ് ഫോഴ്സിനെയൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ NYPD. അവർ വന്നിട്ട് NYPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. കേരള പോലീസ് 20 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ ആവോ എന്നൊക്കെ ചോദിക്കുന്ന അവരുടെ ഭാവനയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓക്കെ, അത് ആ ഫിക്ഷൻ എന്നുള്ള രീതിയിൽ വിടാം. എന്നാൽ പോലും ഇതിനകത്തേക്കുള്ള ആ ഒരു ഒറിജിനൽ ഐഡിയാസ് ഉണ്ടല്ലോ, ആ ഒറിജിനൽ ഐഡിയാസ് കൃഷാന്ത് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്ന് ഇങ്ങനെ ഓവറായിട്ട് എക്സൈറ്റഡ് ആയി. എനിക്കൊന്ന് കൃഷാന്തിൻ്റെ കാര്യത്തിൽ അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പുള്ളി ഓവറായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് ഈ പ്രേക്ഷകരായിട്ടുള്ള കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മറന്നുപോയി എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്.
ഇപ്പൊ ടെക്നിക്കലി എല്ലാം ഗംഭീരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെയാണ് ഇതിന്റെ പെർഫോമൻസ്. രജിഷ ഇതുപോലെ അഭിനയിച്ച ഇത്രയും, അതായത് ഈ പടം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ആ രീതിയിലുള്ള ഒരു ഓൺസബിൾ കാസ്റ്റ് ആണ് ഈ പടത്തിലുള്ളത്. എന്നാലും അവസാനം എല്ലാവരെയും പുള്ളിക്കാരി ആ പെർഫോമൻസ് കൊണ്ട് ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നിരഞ്ജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സെൻട്രിക് ഓവർ ദ ടോപ്പ് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് പുള്ളിക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ പുള്ളി ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ വേറൊരു ആക്ടർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നിരഞ്ജിന്റെ വീക്ക്നസ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഓക്കെയാണ്, ചില കാര്യങ്ങളിൽ ഓക്കെ അല്ല. ആ ഒരു കാര്യമാണ്. നിരഞ്ജൻ ആക്ച്വലി നല്ല നടനാണ്, പക്ഷേ ഈ ഓവർ ദി ടോപ്പ് എക്സെൻട്രിക് ആ ലെവലിലൊക്കെ ഒന്ന് അത് നല്ല രീതിയിൽ ഫലിപ്പിക്കുക എന്നുള്ളതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് വേണം. അതിനുള്ള എക്സ്പീരിയൻസ് പുള്ളി കിട്ടിക്കഴിയുമ്പോഴേക്കും പുള്ളി ഓക്കെ ആവും. ചിലർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, അവർ നാച്ചുറലായിട്ട് തന്നെ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിരഞ്ജൻ അത് ചെയ്ത് നല്ല നടനാവാവുന്നതേ ഉള്ളൂ. പിന്നെ ദിവ്യപ്രഭയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിൽ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ചിരിപ്പിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഐ എം സോ സോറി, പുള്ളിക്കാരി നല്ല രീതിയിൽ ഈ പടത്തിൽ വെറുപ്പിക്കലായിരുന്നു. കാരണം ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ, ആ രീതിയിലാണ്. ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇവിടെ ദിവ്യപ്രഭയ്ക്ക് അങ്ങ് ശരിയായില്ല. പക്ഷെ അതുപോലെയല്ല വിഷ്ണു അഗസ്ത്യ വന്ന് നിന്ന് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ്, പുള്ളിയുടെ മാനറിസം, ഇതെല്ലാം അടിപൊളിയാണ്. ഈ പടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് വിഷ്ണു അഗസ്ത്യ. പിന്നെ എനിക്കൊരു പേരറിയാത്ത ഒരു ആക്ടറുണ്ട്, ജഗദീഷിന്റെ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരനാണ്. ഇവരുടെ രണ്ട് പേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ജഗദീഷിന്റെ 1-2 നമ്പറിലാണ് ഈ പടത്തിൽ എനിക്ക് ശരിക്കും ചിരി വന്നത്. സിനിമാക്കാരുടെ ആക്ടിംഗ് ആണ്, അവരുടെ തോക്കിൽ ഉണ്ടെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള പുള്ളിയുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലാംഗ്വേജിൽ പറയുമ്പോണ്ടല്ലോ, പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷനിൽ വരുമ്പോൾ അതൊക്കെ രസമായിരുന്നു. അങ്ങനെയുള്ള ഇതൊന്നൊക്കെ ഈ സിനിമയുടെ മൂഡ് സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോക്ക് എന്നൊക്കെ പറയുന്നത് ഓൾഡ് സ്കൂൾ തന്നെയാണ്. പക്ഷേ ഈ പുതുതായിട്ട് ഇവർ കൊണ്ടുവന്നൊന്നും വർക്കാവുന്നില്ല. ഓൾഡ് സ്കൂൾ സെറ്റപ്പ് തന്നെയാണ് ഈ പടത്തിൽ വർക്കാവുന്നത് എന്നുള്ളതൊക്കെയാണ് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് സഞ്ജു അതിനകത്ത് ഒരു ഐറ്റം ഡാൻസ് അതിനകത്ത് വരുന്നത്. പിന്നെ 2-3 സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സഞ്ജു ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഒരു പാപ്പരാസിയുടെ റോളാണ് നന്ദു ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശാന്തി ബാലകൃഷ്ണൻ വരുന്നുണ്ട്. കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇവരുടെ ഈ കൃഷാന്തിൻ്റെ പടത്തിലൊക്കെ ഉള്ള സിൻഷാൻ, പുള്ളി ഒരു ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ആൻസലിം ആക്ച്വലി ഈ പടത്തിൽ നന്നായിരുന്നു. കാരണം പുള്ളിക്കാരുടെ ചില നൈസ് റോളാണ്. ഇതിനകത്ത് ഒരുപാട് പുള്ളിക്കാരത്തേക്ക് പെർഫോം ചെയ്യാനുണ്ട്. അതൊക്കെ പുള്ളിക്കാരി നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടം ഒന്ന് ട്രാക്കിലാവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ആ സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. എന്നാൽ പോലും ഇതിനകത്ത് ക്യാരക്ടേഴ്സിന്റെ കോൺഫ്ലിക്റ്റ്, പിന്നെ ഇതിനൊരു പ്രോപ്പർ ക്ലോഷർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന പടത്തിൽ ഇപ്പോൾ ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, നമുക്ക് ഏതെങ്കിലുമൊക്കെ നമുക്ക് വർക്കാവുന്ന ചിരി വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സീക്വൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനൊരു അപ്രീസിയേഷൻ എന്നുള്ള രീതിയിലും പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊരു ആവറേജ് വാച്ചായിരുന്നു. പക്ഷേ ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ചിലർക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ മേ ബി വർക്ക് ആയേക്കാം. കാരണം കൃഷാന്തിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് നരേഷൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഞാനും അത്തരത്തിലൊരാളാണ്. പക്ഷേ എനിക്ക് ഈ പടം മീഡിയോക്കറായിരുന്നു. ചിലർക്ക് ഒട്ടും വർക്കാവാതെ, ഈവൻ ഞാൻ കണ്ടത് വനിതാ തിയേറ്ററിൽ പടം തുടങ്ങിയ ഒരു അരമണിക്കൂറായപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന് 2 പേര് ഇതെന്ത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു. അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ഒരു കാര്യമല്ല സിനിമ. കൃഷാന്തിൻ്റെ എല്ലാ വർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും ഈ സിനിമ എനിക്ക് അത്ര കണക്ട് ആയിട്ടില്ല. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പടത്തിന് കിട്ടിയിരിക്കുന്ന UA 16+ സർട്ടിഫിക്കേഷൻ ആണ്. പക്ഷേ ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്നുള്ളൊരു കാര്യം അതൊരു തുണ്ടുപടം ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ടും പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ടും UA 16+ ആണെങ്കിൽ പോലും കുട്ടികളായിട്ട് പോകുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം അതിന് പ്രോപ്പർ പാരന്റൽ ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ട് തന്നെ ഈ സിനിമയ്ക്ക് പോകാം. പിന്നെ തീരെ ചെറിയ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൊറർ ഫീലൊക്കെ നൽകുന്ന രജിഷ ഇങ്ങനെ ഒരു സോംബി പോലെയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സീക്വൻസ്, പിന്നെ അത് സോംബികളെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ആ കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന കുറച്ച് സീക്വൻസും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തീരെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയല്ല. പടത്തിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കിഡുവാണ്. അതിൽ പെടുന്നതാണ് സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ അവരെ ഡിസ്റ്റർബ് ആക്കിയേക്കാം. ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.